നമ്മുടെ ദീപ്തിയോ? നിനക്കെന്താ പ്രാന്താണോ? വെറുതെ ഓരോ തോന്നലിന്റെ പുറത്ത് അതൊന്നും വിളിച്ചു പറയല്ലേ. തോന്നലല്ലടാ, അവൾ എന്നെ ചതിക്കുക. അവക്കൊരു രഹസ്യ കാമുകനുണ്ട്. കുറച്ചു ദിവസമായിട്ട് അവളുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം. നോക്കിലും വാക്കിലും പോക്കിലും എല്ലാം കള്ളത്തരം. ഫോൺ അവളിപ്പോ താഴെ വെക്കാറേ ഇല്ല. ചാർജിലിട്ടാ പോലും തൊട്ടടുത്ത് കുത്തിയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവക്ക് ഫോൺ വരും, പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് എടുക്കൂല. അഥവാ ഇനി കോൾ എടുക്കേണ്ടി വന്ന ഞാൻ കേൾക്കാതിരിക്കാൻ വോളിയം ഞെക്കി കുറച്ച് അവൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഓക്കേ. രാത്രി ഉറങ്ങാൻ കിടന്നാലും പുതപ്പിനിടയിൽ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. നീ ആരാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അംബിക, വെറോണിക്ക, അനുശ്രീ, പാറു. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ദീപ്തിക്ക് രഹസ്യ കാമുകൻ. വിളിച്ചേട്ടാ, ഞാൻ തുണി വിരിച്ചിട്ട് വരാവേ. കണ്ട അടുത്ത കോൾ ചെയ്യാനുള്ള പോക്ക്. നോക്കിക്കാണ്ട് പുറകെ ചെല്ലടാ. ഏത് നാറിയാവെന്ന് കണ്ടുപിടിക്കേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കല്ലേ. വിളിച്ചേട്ടൻ അറിയാലോ, തീർന്നു. അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ ആയില്ല. നിനക്കൊരു മറ്റവനുണ്ട് അല്ലേടി? നീ പ്ലാൻ എന്താന്ന് വെച്ചാൽ വേഗം പറയൂ. പിന്നെ നീ എനിക്കൊരു വാക്ക് തരണം. ഈ കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ നിനക്കല്ലല്ലോ, എനിക്കല്ലേ നാണക്കേട്. രാജീവിന് എനിക്ക് വിശ്വാസാ. രാജീവ? ഏതോ 80s തെണ്ടിയാണെന്ന് തോന്നുന്നു. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ മണ്ണുവാരിയിടാമെന്ന് രാജീവേ മുട്ടിഞ്ഞു പോകൂടാ നീ. എന്ത് പറ്റി ചേട്ടാ? എന്ത് എന്തോ ശബ്ദം കേട്ടു. ഞാൻ കേട്ടില്ല. ഇല്ലേ? ഇല്ല. നമ്മൾ സംശയിച്ചത് വെറുതെ അല്ലടാ. അവക്കൊരു അഫെയർ ഉണ്ട്. അവന്റെ പേര് രാജീവ്. അയ്യേ, രാജീവാ? നോക്കുമ്പോ നല്ല പേരുള്ള ആരെങ്കിലും നോക്കിക്കൂടെ ദീപ്തിക്ക്? അളിയാ, രാജീവിനെക്കാളും എന്തുകൊണ്ടും നല്ല പേര് വിധു പ്രതാപ് തന്നെ. അല്ല, നീ ഇതിനെപ്പറ്റി അവളോട് എന്തെങ്കിലും പിന്നെ ചോദിച്ചോ? ഇല്ല, ചോദിക്കട്ടെ. ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. പിന്നെ എപ്പോഴാ അവൾ അവരോട് ഓടിപ്പോയിട്ടാ? അതല്ലടാ, എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് ഒരു ലൂപ്പ് ഹോൾ പോലും ബാക്കി വെക്കാതെ ദീപ്തിയെ പൂട്ടണം. പൂട്ടും ഞാൻ. തുണി വിരിക്കാൻ പോവായിരിക്കും. ഇന്നിപ്പോ മൂന്നാമത്തെ വിരിക്കലാണല്ലോ. അത് ഒത്തിരി തുണി ഉണ്ടായിരുന്നു. ഇത് നിന്റെ അവസാനത്തെ കോളാടി.
ആരാ? പ്യാരി പറയടാ. അളിയാ, അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ പ്യാരി കണ്ടുപിടിച്ച്. പേര് രാജീവ് രാധാകൃഷ്ണൻ, വയസ്സ് 37, 6 അടി പൊക്കം, കാഴ്ചയിൽ മാന്യൻ, തറവാടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അല്ലെങ്കിലും എല്ലാവർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മതിയല്ലോ. പിന്നെ നീ സങ്കടപ്പെടൂലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. അവൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മാത്രമല്ല, അവൻ ഇന്നലെ തൊട്ട് കൊച്ചിയിലുണ്ട്. ഹലോ രാജീവ്. വിജയൻ രാവിലെ തന്നെ എന്തോ റെക്കോർഡിങ്ങിന് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, വിജയൻ ഇറങ്ങിയ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. രാജി, ഞാൻ അങ്ങോട്ട് വിളിക്കാവേടി. ഓക്കെ. ദീപ്തി തിരക്കണേ, ഞാൻ പിന്നെ വരാം കേട്ടോ. എന്ത് തിരക്ക്? പറഞ്ഞു വിജേട്ടാ. എൻ്റെ മൊബൈലിന്റെ ചാർജ് പോയി. അപ്പൊ നിന്റെ മൊബൈൽ ഒന്ന് തരുമോ? എനിക്കൊരു കോൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അയ്യോ വിജേട്ടാ, എൻ്റെ ഫോണിലും ചാർജ് തീരെയില്ല. ഞാൻ കുത്തിയിടാൻ പോവായിരുന്നു. അല്ല, ഞാനേ കുറച്ചു മുമ്പ് ബാൽക്കണി എന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവൻ്റെ പേര് ഷാജി PP. ഒരു വലിയ വടംവലിക്കാരനായിരുന്നു അവൻ. അവൻ്റെ ഭാര്യ മേരി ആയിരുന്നു അവനെല്ലാം. അങ്ങനെ അവൻ വടം വലിച്ച് 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 നടുവുളക്കി വീണ അവനെ ഉപേക്ഷിച്ച് മേരി അവൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അനുഭവിച്ചവള് അവനോട് ചെയ്തതിനെല്ലാം അവളെ എണ്ണി എണ്ണി അനുഭവിച്ചു. പാവം. ആര്? ഷാജിയോ മേരിയോ? ഷാജി. യെസ്. ഭർത്താക്കന്മാരെ വഞ്ചിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്ന എല്ലാവർക്കും മേരി ഒരു പാഠമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും. രാജീവ്, വിജയേട്ടൻ പെട്ടെന്ന് കയറി വന്നു. അതാ ഞാൻ കട്ട് ചെയ്തേ. പുള്ളിക്കെന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാം. ഞാൻ എങ്ങോട്ടാ വരണ്ടേ? സ്കൈ ലൈഫ് അപ്പാർട്ട്മെന്റ്സ്, ഫ്ലാറ്റ് നമ്പർ 10D. ഓക്കെ. പ്യാരി, സ്കൈ ലൈഫ് അപ്പാർട്ട്മെന്റ്സ്, ഫ്ലാറ്റ് നമ്പർ 10D. അവിടെ ഉണ്ടോ തെണ്ടി? ഞാൻ ഏറ്റളിയാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ദീപ്തി, ഒരു യാത്ര പോലും പറയാതെ പോകാനുള്ള പരിപാടിയായിരുന്നല്ലേ? വിജയേട്ടാ, ഞാനൊന്ന് സ്പാ വരെ. എന്താ നിങ്ങളുടെ പ്ലാൻ? നിങ്ങളോ? ഞാൻ വേറെ ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചേടി നീ? നിന്റെ ഒളിച്ചു കളിയൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? നീ ഇത് എവിടം വരെ കൊണ്ടുപോകുന്ന ഞാൻ നോക്കി നടക്കുകയായിരുന്നു. വിജയേട്ടാ, സോറി, മനഃപൂർവ്വമല്ല, ഒരു കയ്യബദ്ധം പറ്റിയതാ. ഓഹോ, അപ്പൊ പറ്റിയല്ലേ? വിജയേട്ടാ, എനിക്ക് വിജയേട്ടനോട് ഇത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിജയേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാഞ്ഞിട്ടാ ഞാൻ. അപ്പോൾ 10-17 വർഷം പൊന്നെ കരള എന്ന് പറഞ്ഞ് ഞാൻ ഈ നെഞ്ചത്ത് കൊണ്ടു കിടന്നത് ഒരു വഞ്ചകയായിരുന്നു അല്ലേടി? അയ്യോ വിജയേട്ടാ, അങ്ങനൊന്നും പറയല്ലേ വിജയേട്ടാ. രാജീവ് അപ്പോഴേ എന്നോട് പറഞ്ഞതാ വിജയേട്ടനോട് എല്ലാം തുറന്നു പറയാമെന്ന്. പുള്ളി അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നത് എന്നോട്. സ്വന്തം ഭാര്യ അടിച്ചോണ്ട് പോയിട്ട് ഞാനത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണോ അല്ലേടി? ലോകത്ത് ഒരു ഭർത്താവിനും ഭാര്യയുടെ കാമുകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. കാമുകൻ? നീ ഉരുളല്ലേ. നിന്റെ സകല ചുറ്റിക്കളിയും ഞാൻ പിടിച്ചിട്ടുണ്ട് വിത്ത് ഫുൾ എവിഡൻസ്. എവിടെ അത് കാണിച്ചു തരാടി നിനക്ക്? റോസാ പൂവ്
മറ്റേ അമ്മൂമ്മയുടെ ഓട്ടോഗ്രാഫ്, രാജീവന്റെ 6. ഇതൊക്കെ പപ്പൂസ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് കൊല്ലം കുണ്ട്ര UP സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷെ ആ ബന്ധം അധികം നാൾ നീണ്ടുപോയില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാജീവന്റെ പപ്പായ്ക്ക് ചൊക്ലിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. പിന്നെയും നിങ്ങൾ കണ്ടു 8 വർഷങ്ങൾക്ക് ശേഷം അങ്ങ് ചെന്നൈയിൽ വെച്ച്. നീ ഭരതനാട്യം പഠിക്കാൻ പോകുന്നു എന്ന വ്യാജേന കാണാൻ പോയത് അവനെ. ആം ഐ റൈറ്റ്? ഇനി ഒരു അക്ഷരം മിണ്ടുക കൊന്നു കളയും ഞാൻ. ഓഹോ, അപ്പൊ എന്നെ തട്ടിയിട്ട് പോകാനായിരുന്നല്ലേടി നിങ്ങളുടെ പ്ലാൻ? എന്നാ നീ കേട്ടോ, നിന്റെ രാജീവനുണ്ടല്ലോ, അവനുള്ള പണി പ്യാരി കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, ഈ രാജീവ് ആരാന്ന് വെച്ചിട്ടാ? നിന്റെ മറ്റവൻ. എടോ മാങ്ങാട്ടി മോറ, നിങ്ങളുടെ മാലതി കുഞ്ഞമ്മയുടെ മോനില്ലേ ചിക്കു, അവന്റെ ശരിക്കുള്ള പേരാണ് രാജീവ് എന്ന്. ചിക്കുവാ? പിന്നെ നീ എന്തിനാ ഒളിച്ചും പാത്തുമൊക്കെ ഫോൺ ചെയ്ത് വിജയേട്ടൻ അറിയരുതെന്നൊക്കെ പറഞ്ഞത്? അത് ഞാൻ അവൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചതാ. എന്ത് ഹെൽപ്പ്? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീനപ്പ് ചെയ്ത ദിവസം കുറേ സാധനങ്ങൾ എടുത്ത് കത്തിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ വിജയേട്ടൻ്റെ ഒരു ബുക്കും കത്തിപ്പോയി. ബുക്കാ? പാട്ട് ബുക്കാ? പിന്നെ വിജയേട്ടൻ്റെ SSLC ബുക്ക്. എടി നിന്നെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ വിജയേട്ടൻ ദേഷ്യപ്പെടുന്നു. ഇതാണ് ഞാൻ വിജയേട്ടൻ്റെ അടുത്തൊന്നും പറയാത്തത്. എന്റെ SSLC ബുക്ക് നിന്നെ ഉണ്ടല്ലോ. അയ്യോ, എന്റെ ചിക്കുമോൻ. ഹലോ പ്യാരി, എടാ അവനൊന്നും ചെയ്യില്ലേടാ, അവന്റെ കുഞ്ഞമ്മയുടെ മോന് ചിക്കൂട്ട്. അറിഞ്ഞളിയാ, അറിഞ്ഞ്. അല്ല, നിനക്ക് SSLCക്ക് ഏത് റാങ്കാന്നാ പറഞ്ഞേ? അളിയ റാങ്ക് അല്ല, ഡിസ്റ്റിങ്ഷൻ. ഡിസ്റ്റിങ്ഷൻ. ആയിക്കോട്ടെ. ഇത് പുറം ലോകം അറിയരുത് കേട്ടോ. എന്ത് തരും? എന്ത് വേണേലും തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ആ ശരി. SSLCക്ക് 210 മാർക്കും വാങ്ങിച്ച് കഷ്ടിച്ച് ജയിച്ചു. അതും മോഡറേഷനിൽ സെക്കൻഡ് ചാൻസിൽ. എന്നിട്ട് നാട്ടുകാരോടൊക്കെ തള്ളി നടക്കുന്നത് റാങ്ക് ഹോൾഡറിന്. ഇതാരും അറിയണ്ടല്ലോ എന്ന് ഓർത്ത് നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കാമുകനെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഒരൊറ്റ അനുഭവിച്ചോ? ഇതിലും ഭേദം ഇവൾ ഒളിച്ചു വിടുന്നായിരുന്നു.